എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കുരുമുളക് പുളിയിൽ അരച്ച് വറ്റിച്ചെടുത്ത മീൻ മസാലയാണ് ഇന്ന് റെഡിയാക്കി എടുക്കുന്നത്. അതിനുവേണ്ടി 4 അയല നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ വരഞ്ഞും കൂടി എടുക്കണം. ഇത് റെഡിയാക്കി എടുക്കുവാനായിട്ട് ഒരു പാനിലേക്ക് ഒരു 4 പീസ് കുടംപുളിയും അതുപോലെ ഒരു 4 ടേബിൾ സ്പൂൺ കുരുമുളക്, എരിവ് കൂടുതലുള്ള കുരുമുളകാണെങ്കിൽ 3 ടേബിൾ സ്പൂൺ മതിയാവും. പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള മുഴുവൻ മല്ലിയാണ്. മുഴുവൻ മല്ലി ഇല്ല എന്നുണ്ടെങ്കിൽ മസാല റെഡിയാക്കുന്ന സമയത്ത് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും. അതിനുശേഷം നമുക്കിതിനകത്തേക്ക് ഒരു 2.5 ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ച് ആ വെള്ളത്തിൻ്റെ അളവ് ഒരു ഗ്ലാസ്സിൽ താഴെ അളവാകുന്നത് വരെ വറ്റിച്ചെടുക്കണം. ആ സമയമാകുമ്പോഴത്തേക്ക് പുളിയും നമ്മുടെ മല്ലിയും കുരുമുളകും എല്ലാം കൂടെ തിളച്ച് നല്ല വെന്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടും. നന്നായിട്ട് പുളിയൊക്കെ ഇറങ്ങി കിട്ടും. അത് വേറൊരു അടുപ്പിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് മസാല റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു മീഡിയം സൈസ് സവോളയും 2 ചെറിയ കഷ്ണം ഇഞ്ചിയും 4 വെളുത്തുള്ളിയും കൂടെ നമുക്ക് ചതച്ചെടുക്കണം. ഒന്നുകിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ ചോപ്പറിൽ വെച്ച് ചോപ്പ് ചെയ്തിട്ടാണെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ മിക്സിയിലൊന്ന് കറക്കി എടുത്താലും മതി. ഞാൻ ചോപ്പർ ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ട് വരട്ടെ. അപ്പോഴത്തേക്ക് ആ സമയത്തേക്ക് നമ്മൾ മറ്റേ കുരുമുളക് നമ്മുടെ മല്ലിയൊക്കെ വെച്ചിരിക്കുന്നത് ഒന്ന് ജസ്റ്റ് ഇളക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് വെള്ളം വറ്റിയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഓഫ് ചെയ്ത് വെച്ചേക്കുക. തണുത്തതിന് ശേഷം നമുക്കത് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ എണ്ണ ചൂടായി വരുന്ന സമയത്തിലേക്ക് അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിലുള്ള കടുകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ആ കടുക് ഇടുന്ന സ്റ്റെപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ ഒരു നുള്ളളവിലുള്ള മുഴുവൻ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുക. അത് പൊട്ടി നന്നായിട്ട് ചൂടായി വരും. കുറച്ച് മുറിച്ച് 3-4 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു തക്കാളി കുരു കളഞ്ഞിട്ട് അരിഞ്ഞെടുത്താണ്. കുരു നമ്മൾ ചേർക്കാൻ പാടില്ല. അതിൻ്റെ പുറം ഭാഗം ഫ്ലഷ് മാത്രം ചേർത്താൽ മതിയാവും. അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി സവോള ചേർത്ത് ക്രഷ് ചെയ്ത മിക്സ് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഒരുപാട് ഗോൾഡൻ ബ്രൗൺ കളർ ആവണ്ട. അപ്പോൾ ഇത് വഴട്ടുന്ന സമയത്ത് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ മസാല ആക്കിയതിന് ശേഷം നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ ഓഫാക്കി വെച്ചിട്ടുണ്ട്. തണുത്തതിന് ശേഷം നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അതിൽ നിന്ന് പുളിയുടെ കഷ്ണം എടുത്ത് മാറ്റാൻ മറക്കരുത്. ഇനി ഈ ഒരു സമയം ഇപ്പോൾ അത്യാവശ്യം എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ വരെ വേണമെങ്കിൽ നിങ്ങൾക്കിടാം. അത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം നമ്മുടെ മല്ലിയും നമ്മുടെ കുരുമുളകും ആ പുളിവെള്ളത്തിൽ അരച്ചെടുത്തതാണ്. അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം മല്ലിപ്പൊടിയാണ് നിങ്ങൾ ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ആ മഞ്ഞൾപ്പൊടി ഇട്ട സമയത്ത് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് പുളി കാര്യങ്ങൾ ഉപ്പ് എല്ലാം നോക്കുക, എല്ലാ ആവശ്യത്തിന് ചേർക്കുക. പുളി കുറവാണെന്നുണ്ടെങ്കിൽ ആ പുളിയുടെ കഷ്ണം ഇട്ട് കൊടുത്താലും മതിയാവും. ഇനി ആ മീൻ മുങ്ങി കിടങ്ങാൻ പാകത്തിനുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു കാരണവശാലും പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല. അത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്തേക്ക് നമുക്ക് നമ്മുടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരഞ്ഞിട്ടുള്ള അയല നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1-2 പച്ചമുളക് ചേർക്കാം, നിർബന്ധമില്ല, ഓപ്ഷനിലാണ്. ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ ഇത് 4 നമ്മുടെ മയിലയും ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മസാല അതിൻ്റെ മേലേക്കും കൂടെ കോരി ഒഴിച്ചതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ ഒരു കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് ടോട്ടൽ ഹൈ ഫ്ലെയിമിലാണെങ്കിൽ ഒരു 6-7 മിനിറ്റ് മതിയാവും. ഞാനിത് അല്ലെങ്കിൽ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചാലും മതിയാവും. അപ്പോൾ നമ്മളൊരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ജസ്റ്റ് ഈ മീനൊന്ന് മറിച്ച് തിരിച്ചങ്ങോട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് ഇളക്കി ഇങ്ങനെ കൊടുത്താലും മതിയാവും. അത് ഓരോരുത്തരുടെ മനോഗതം യുക്തം പോലെയൊക്കെ ചെയ്യുക. അപ്പോൾ ഇത് ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും അത്യാവശ്യം നന്നായിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ കറിവേപ്പില ഇടുക, കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് അടച്ചു വെക്കുക. ഗ്രേവി ആവശ്യാനുസരണം നിങ്ങൾ പറ്റിച്ചെടുക്കുക. ഇത് അടച്ചു വെച്ചതിന് ശേഷം മിനിമം ഒരു മണിക്കൂറെങ്കിലും കഴിഞ്ഞ് കഴിക്കുമ്പോഴായിരിക്കും ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുക. പിറ്റേ ദിവസം രാവിലെ കഴിക്കുമ്പോഴാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ടേസ്റ്റ് കിട്ടുന്നത്. അപ്പം എന്തായാലും നമുക്ക് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് എങ്ങനെയായി എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ ഞാനിതിപ്പം പൊറോട്ടയോട് കൂടെയാണ് കഴിക്കുന്നത്. ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് കൊണ്ടുവന്ന് വച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ നല്ല ലെയറായിട്ടുള്ള പൊറോട്ടയിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് അതിൻ്റെ ഗ്രേവിയും നമ്മുടെ അതിൻ്റെ ദശയും കൂടെ എടുത്തിട്ട് നമ്മൾ എന്താ പറയുക, ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ വായിൽ വെള്ളം വരും. അപ്പോൾ നിങ്ങളതൊന്ന് ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. അത് കഴിക്കുമ്പോൾ നമുക്ക് ആ കുരുമുളകിൻ്റെ ടേസ്റ്റാണ് മെയിനായിട്ട് വരുന്നത്. നല്ല പുളിയും നല്ല ആ കുരുമുളകിൻ്റെ എരിവും കൂടെയുള്ള ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു വെറൈറ്റി നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. എൻ്റെ ചപ്പാത്തിയുടെ അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ
എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.